മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. എൻ്റെ മോളാകെ ക്ഷീണിച്ചു. ഇരുവിനും ഉമ്മയും ഉപ്പയും പോയി വീട്ടിലേക്ക് കൊണ്ടുപോന്നിട്ടെന്ന് അറിഞ്ഞ് ഹാളിലേക്ക് ഇറങ്ങിയ ഹാദി കേൾക്കുന്നത് ഇതാണ്. കേട്ടതും ആദ്യം ഒന്ന് സ്റ്റെക്കായി. അവളെ മെലിഞ്ഞിട്ട് ശരീരം കാണുമ്പോൾ തുടങ്ങും ഉമ്മ അവിടുത്തെ ഫുഡ് ശരിയല്ലെന്ന് പറയാൻ. പിന്നെയുള്ളത് എൻ്റെ മെക്കിട്ടാണ്. നല്ല ഫുഡ് വാങ്ങി കൊടുക്കണം തുടങ്ങി ഉപദേശം തീരില്ല. ആദ്യം ധാവണിക്കുള്ളിൽ ഒരു കുഞ്ഞു പെണ്ണായിരുന്നു. ഇപ്പം അധികവും ഷർട്ടും പാൻറ്റുമാണ് ഇടല്. അതാണ് ഇടാൻ എളുപ്പം പറഞ്ഞിട്ട് കഴിഞ്ഞ തവണ ഒരുപാട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. കട്ടിയിൽ അതിൻ്റെ അകത്ത് കയറിയ അല്പം വണ്ണമുള്ളതുപോലെ തോന്നും. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവൾ വരുമ്പോൾ അതിട്ടോളാൻ. നീ എങ്ങോട്ടാ? തിരിച്ച് റൂമിലേക്ക് പോകാൻ നിന്ന ഹാദി ഉമ്മാൻ്റെ ചോദ്യം കേട്ട് അവിടെ തന്നെ നിന്നു. ഇനുവിനെ നോക്കിയപ്പോൾ അവൾ അവിടെ ഉപ്പാൻ്റെ അടുത്താണ്. ഞാനിങ്ങോട്ട്? ഇവളൊക്കെ വന്നു? വെറുതെ ചോദിച്ചിട്ട് അവിടെ ചെന്നിരുന്ന് ആദ്യം ചോദിച്ചിട്ടും ഇനു അവനെ മുഖം തിരിച്ച് നോക്കിയതുപോലുമില്ല. നിനക്കെന്നത് പരിപാടി? പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നറിയാം. ഉപ്പ ചോദിച്ചത് ആദ്യം ചിരിച്ചു കാട്ടി. കോളേജിൽ സ്ട്രൈക്ക് ആയതുകൊണ്ട് 2 ദിവസം അവധി കിട്ടിയിട്ടുണ്ട്. വ്യാഴം വെള്ളി അവധി, പിന്നെ ശനി ഞായർ, മൊത്തത്തിലൊരു ഒഴിവ് കിട്ടിയതാണ്. എവിടെയെങ്കിലും പുറത്തു പോകണമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോകാം. ആദ്യം നോക്കിയപ്പോൾ ഉമ്മ അവൻ്റെ കൈ പിടിച്ചൊന്ന് പിച്ചി. 4 ദിവസം ഒഴിവ് കിട്ടിയിട്ട് നിനക്ക് ഇവളെയാണ് കൂടെ കൊണ്ടുവരാൻ തോന്നിയേ? അല്ല, എങ്ങോട്ടാ രാവിലെ തന്നെ? എൻ്റെ പൊന്നോ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചേച്ചി വന്ന് പറഞ്ഞപ്പം ഒന്നുകളെ കാണാൻ ഇറങ്ങിയതാണേ. 2 പേരുകളായി ഹാദി പറയെ ഇത്തവണ ഇനുവിൻ്റെ ചുണ്ടൊന്ന് വിരിഞ്ഞു. അത് സമർത്ഥമായി മറച്ചു പിടിച്ചുകൊണ്ട് ഇനു അങ്ങോട്ട് ട്രെയർ ജ്യൂസും കൊണ്ടുവന്ന ചേച്ചിയിൽ നിന്നും അത് വാങ്ങി. മക്കൾക്കിന്ന് ക്ലാസ്സില്ലല്ലേ? ചിരിയോടെ അവർ ചോദിക്കെ അവരില്ലെന്ന് തലയാട്ടി. അവരെ മോള് പഠിപ്പിക്കുന്നത് ഇനുവിനൊക്കെ ക്ലാസ്സിലാണ്. അവർ പോയതും അവിടെ ഹാദി കാതും താടിയും കൂടെ അടച്ചു പിടിച്ചിരിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഇനിയിപ്പോൾ നീ ഇവിടെ നിൽക്കാതെ ചെയ്തില്ലേ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇവളെ ഞാൻ ഇവിടെ നിർത്താൻ തീരുമാനിച്ചു. ബാക്കിയൊക്കെ നീ സാവധാനം ആലോചിച്ചോ. അല്ലേക്ക? കൂടെ ഉള്ളവർക്കൊക്കെ കെട്ടി മക്കളായി. ഇവിടെ ഒരുത്തൻ ഞാനൊന്നും പറയണില്ല. ഖാസിമതം പറഞ്ഞിട്ട് എണീറ്റ് പോയതും ഉമ്മ ചിരി അടക്കി പിടിച്ചിട്ട് വേണ്ടെന്ന് തലയാട്ടി കാണിക്കുന്ന ഇനുവിനെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ഇനി നോക്കിയപ്പോൾ ഒരാൾ അവിടെ കാര്യമായ ചിന്തയിലാണ്. ഇനി നിനക്ക് ഇവളെ വേണ്ടേ? വേണ്ടേന്ന് പറഞ്ഞോ? നമ്മുടെ സാജിയുടെ ഒപ്പം പറഞ്ഞിരുന്നു അവനൊരു പെണ്ണിനെ നോക്കുന്ന കാര്യം. ഉമ്മ! ഹാദി ദയനീയമായി വിളിച്ചപ്പോൾ ഉമ്മ അവനെ കൂർപ്പിച്ചെന്ന് നോക്കി. അവൻ നല്ല പയ്യന മോളെ, നല്ല സ്നേഹമുള്ള മോൻ. ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നുണ്ട്. എല്ലാം കൊണ്ടും. ശരി മതി, നിർത്തിപ്പോയേ. ഡി, നീ എണീറ്റേ. അതുകൂടെ കേൾക്കാനൊരു ത്രാണിയില്ലാതെ ഹാദി ഇനുവിൻ്റെ കയ്യിൽ പിടിച്ച് എണീപ്പിക്കേ ഉമ്മ അവളെ ഒറ്റ കയ്യിലങ്ങ് പിടിച്ചു. കൂട്ടത്തിൽ ഇനി പെണ്ണ് കൂടെ ഉള്ളതെന്നൊരു ഓർമ്മ വേണം നിനക്ക്. എൻ്റെ മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവനെ വേണോ അതോ അവനെ വേണോ എന്ന്. ഫോട്ടോ വേണേലും എൻ്റെ അടുത്തുണ്ട്, വന്നാൽ മതി. ഉമ്മ പറഞ്ഞപ്പോൾ ഇനു ആണെന്നറിയാതെ ഒന്ന് മൂളിപ്പോയി. ഹാദിയുടെ കൈ മുറുകിയത് അറിഞ്ഞപ്പോഴാണ് ഇനുവിന് അവൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് തന്നെ. അതും പറഞ്ഞിട്ട് ഉമ്മയും പോയി. അവർക്ക് 2 പേരായതും ഇനു കൈയൊന്ന് അനക്കിക്കൊണ്ട് ആദ്യം നോക്കി. എണ്ണയിലിട്ട പപ്പടം പോലെ ഉണ്ട്. അതെ, കൈ മുറുകിയത് അറിഞ്ഞുകൊണ്ട് ഇനി വിളിക്കേ. ഹാദി അവളെ ഒന്ന് നോക്കി. നേരത്തെ ഇനി പറഞ്ഞത് തിരിച്ച് ആദ്യം ചോദിക്കേ ഇനിയൊന്ന് ഉമിനീരിറക്കിപ്പോയി. ആദ്യമേ ആദ്യം അല്പം ദേഷ്യമുള്ള ആളാണ്. ചോദിച്ചിടത്തേക്ക് വന്ന ആദ്യം ഇനുവിൻ്റെ തൊട്ടു മുന്നിലായി വന്ന് അവർക്കിടയിലായി അവൻ പിടിച്ച കൈ പുറത്തേക്കാക്കി തിരിച്ച് അവളെ അവനോട് ചേർത്ത് നിർത്തി. ഇത്തവണ അവൾക്ക് ചിരി പൊട്ടി. അയ്യേ കുശുംബൻ ആണെങ്കിലേ നിനക്ക് അവൻ്റെ ഫോട്ടോ വേണടി? വേണമെങ്കിൽ. ഹാദിയുടെ അതേ ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് ഇനി ചോദിക്കേ ഹാദിയുടെ മുഖം മുറുകി. നോക്കി പേടിപ്പിക്കണ്ട. ഉമ്മയപ്പയും പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്കും വേണം അവരെ പോലെ. പറയാതെ നിർത്തി അവളോടായി അതി ചോദിക്കേണ്ട താമസം. ഇനി അവൻ്റെ നെഞ്ചിലൊരു കടിയും കൊടുത്ത് കൈവിട്ട നേരം നോക്കി അവിടുന്ന് ഓടി. പോകുന്ന പോക്കിൽ ഉമ്മ ആളെ ഫോട്ടോ ഉണ്ടോയെന്ന് ഉറക്കെ ചോദിച്ചതും ഹാദിയുടെ ഡി എന്നുള്ള വിളി കേട്ട് ഇനി ജീവനും കൊണ്ട് ഓടിയിരുന്നു. പൊടിയുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത് തന്നെ കിരൺ അവൾ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അരുണിൻ്റെ അഞ്ജുവിൻ്റെ ആഗ്രഹപ്രകാരം നൂൽക്കെട്ടാവുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു. അന്ന് രാത്രി തന്നെ പൊടി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കിരണിൻ്റെ അടുത്തേക്ക് പോയി. ഇനുവിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകില്ലെന്ന് കരുതിയെങ്കിലും പൊടി പോയ അടുത്ത ആഴ്ചയായിരുന്നു അവളുടെ നിക്കാഹ്. കല്യാണം 6 മാസം കഴിഞ്ഞിട്ടൊന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും ആദ്യക്ക് ബിസിനസ്സിലൊന്ന് ഇൻവോൾവ് ആകണമെന്നുണ്ടായിരുന്നു. കോളേജിൽ പോയി വരുന്നത് അടുത്തത് കൊണ്ട് കുറേ ആദ്യം ഇപ്പോൾ ഉപ്പാൻ്റെ കൂടെ ബിസിനസ് നോക്കാൻ തുടങ്ങി. ദിവസങ്ങൾ പിന്നെയും ആരെയും കാത്തു നിൽക്കാതെ പോയി. അഞ്ജുവിൻ്റെ കുറുമ്പൻ കൂട്ടായി ജുബി പച്ചക്കൊടി കാണിച്ച അതേ സമയത്ത് തന്നെയാണ് ലച്ചുവും സന്തോഷ വാർത്ത കൊണ്ടുവന്നത്. പൊടിയൊക്കെ കോലം മാറി, അല്പം വണ്ണമൊക്കെ കൂടി PCOD ഒക്കെ ആയി അവളെ കാര്യത്തിൽ തീരുമാനമായി. ഇപ്പോൾ ഇനുവിൻ്റെ കല്യാണത്തിന് നാട്ടിലേക്ക് വരുന്നുണ്ട് 2 പേരും. ആദ്രവെന്ന അരുണിൻ്റെ കുഞ്ഞിനും അഖിലെന്ന കിച്ചുവിൻ്റെ കുഞ്ഞിനും പേരിട്ടു. 2 പേരും തമ്മിൽ അധികമൊന്നും മാറ്റമില്ലാത്തത് കൊണ്ട് ആർദ്രവനൊപ്പം അവനെ കിട്ടിയാൽ മതി. അരുണിൻ്റെ വീട്ടിൽ അവന് കളിക്കാനൊന്നും ആരില്ലാത്തത് കൊണ്ടിപ്പം ചെക്കൻ ഏതു നേരവും അഞ്ജുവിൻ്റെ വീട്ടിലാണ്. ഒന്നെങ്കിൽ കിച്ചു അവനെയും കൊണ്ട് ഇങ്ങോട്ട്, അല്ലെങ്കിൽ അഞ്ജു അവനെയും കൊണ്ട് അങ്ങോട്ട്. 3 മാസം തന്നെ നല്ലതുപോലെ വയ്യായികയായിരുന്നു. എന്നാൽ നേരെ തിരിച്ച് ജുബിക്ക്. അവൾക്ക് അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അന്നത്തെ വിധമാണ്. അവൾ ആഗ്രഹം പോലെ റാശി നിലത്ത് വെക്കാതെയാണ് പെണ്ണിനെ നോക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണോ?
ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കാത്ത ഓരോന്ന് ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ച് വായിൽ വെക്കാൻ കൊള്ളാത്ത ഓരോന്ന് വാങ്ങിക്കുട്ടി റാഷിയെ കുത്തുപാളെടുപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടിയും പൊടിയും കിടക്കെ കണ്ട് ലച്ചുവിൻ്റെ അടുത്തേക്കുള്ള പോക്കും എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. ജുബിക്കും ലച്ചുവിനിപ്പം 3 മാസമായിട്ടുണ്ട്. കല്യാണത്തിന് 2 ദിവസം മുന്നെയാണ് പൊടി നാട്ടിലേക്ക് വന്നത്. ഫ്രഷ് ഇറങ്ങിയതും റൂമിൽ ബെഡിലായിരിക്കുന്നവരെ കണ്ട് പൊടി ഓടി വരെ അടുത്തേക്ക് ചെന്നു. ഇടിച്ച് കയറല്ലേ മോളെ, ഞാനിപ്പോൾ പഴയ ആളല്ല. അതിനാരും നിൻ്റെ അടുത്തേക്ക് വരുന്നു? അഞ്ജുസേ, ലച്ചുമ, ഡി കല്യാണ പെണ്ണെ, മിസ് യു മക്കൾസ്. പൊടി ജുബിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് ബാക്കി 3നെയും കൂട്ടം പിടിച്ച് ജുബി ചുണ്ടും കുറുക്കി അവിടെ തിരിഞ്ഞിരുന്നു. പിന്നെ അവിടെ ഒരു വിശേഷ പറിച്ച് തന്നെയായിരുന്നു. അതിൻ്റെ അടുക്ക് മായ വന്നിട്ട് അഞ്ജുവിനെ കൊണ്ടുപോയി. ഇനുവിനെ ആദിയുടെ വീട്ടിലുള്ളവർ കാണാൻ വന്നതും അവളും പോയി. ലച്ചുവിനെ ബെഡിൽ തലയിണയിൽ ചാരി പൊടിയുടെ ഓരോ വിശേഷങ്ങൾ കേട്ടിരിക്കുമ്പോൾ ഒരുത്തി ഉറങ്ങിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു. പോകാൻ നിന്നവളെ കയ്യിലായി പൊടി പിടിച്ചതും ജുബി എന്തെന്ന പോലെ അവളെ നോക്കി പുരികമുയർത്തി. പോകലടി, ഞാൻ വെറുതെ പറ്റിക്കാനല്ലേ. ഞാൻ കരുതി നീ അങ്ങോട്ട് അടികൂടി വരുമെന്ന്. സെൻറ്റി ആവില്ലേ? അയ്യാടാ, ഒത്തു പോടി. അതിൽ നീ കൊണ്ടുവന്ന പെട്ടി മാറങ്ങോട്ട്. സെൻറ്റി പോലും അതിന് ജുബി അല്ലാതാവണം. അതും പറഞ്ഞിട്ട് കൊണ്ടുവന്ന പെട്ടി പൊളിക്കാൻ പോയവളെ പൊടി വായും പൊളിച്ച് നോക്കി നിന്നു. ഷോ, അവളാകെ മാറിപ്പോയെന്ന് കരുതി ഞാൻ ടെൻഷൻ അടിച്ചില്ലാണ്ടായി. പറഞ്ഞിട്ട് ലച്ചുവിനെ നോക്കിയ അവളെ നോട്ടം ജുബിയിൽ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ജുബി ഒരിക്കലും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞിട്ടില്ല. ആദ്യമായി റാഷിയുടെ എന്തോ കാര്യം പറഞ്ഞിട്ടായിരുന്നു വിഷമം തന്നെ പറഞ്ഞത്. അവൾക്കപ്പോഴും എല്ലാവരും ഹാപ്പി ആയിരിക്കണം, അതിനുവേണ്ടി ആയിരിക്കണം അവൾ അവളുടെ വിഷമങ്ങൾ മറച്ചു പിടിച്ചിട്ട് എല്ലാവരുടെ മുന്നിലും ചിരിച്ച് തമാശ പറഞ്ഞ് നടക്കുന്നത്. ജുബി ഒരു വിധം പെട്ടി തുറന്ന് അവൾക്ക് വേണ്ടതൊക്കെ പൊറുക്കിയെടുത്ത് മുടിയിലിട്ട് ബെഡിൽ പോയിരുന്നു. അപ്പോഴേക്ക് ലച്ചു അതെല്ലാം ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടു. അടുത്ത നിമിഷം സകലതും റൂമിലെത്തിയിരുന്നു. ആർദ്രമോനും അഖിൽമോനും ഉള്ളത് പൊടി ആദ്യമേ മാറ്റിവെച്ചു. അങ്ങനെ പെൺപിള്ളേരും ആൺപിള്ളേരും കൂടി റൂമിൽ ഓരോന്നും മിണ്ടിയും പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും ഒരിക്കലും കൂടെ ഒത്തുകൂടി ഭംഗിയായി ഇനുവിൻ്റെ ആദിയുടെയും കല്യാണം നടത്തി. ഒട്ടും ആഡംബരം കുറക്കാതെ കല്യാണമായിരുന്നു ഹാസ്യം നടത്തിയിരുന്നത്. സകല ഭാഗ്യത്തോടെയും സന്തോഷത്തോടെയുള്ള മനോഹരമായ ദിനത്തിൽ ഇനുവിനാകെ ഉണ്ടായിരുന്ന നോവ് ഈ ഒരു നിമിഷം കാണാൻ തന്നോടൊപ്പം സന്തോഷം പങ്കിടാൻ ഉമ്മയില്ലല്ലോ എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഹൃദയം തൊട്ടറിഞ്ഞ പോലെയാണ് നമ്മുടെ എല്ലാ പെൺടീംസിൻ്റെ അമ്മമാരും കൂടെ ഇനുവിൻ്റെ അടുത്തേക്ക് വന്നതും അവളെ ചേർത്ത് പിടിച്ച് യാത്രയാക്കിയതും. അതോടെ ഇനുവിൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞു. വീട്ടിലെത്തി നേരെ ഹാദിയുടെ റൂമിലേക്ക് പോയി. ഹാദി വന്നതും ഇനി പോയി അവൻ്റെ നെഞ്ചിലേക്കായി ചേർന്നു. ഇന്ന് മുഴുവൻ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കാനെന്ന് ആദിയായി കൊതിച്ചിരുന്നു. ഇപ്പം എന്താ എല്ലാം നല്ലതുപോലെ പഠിച്ചോൻ തരുന്നത്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരുടെ കാര്യം നോക്കിയാലും എല്ലാവർക്കും പഠിച്ചാൽ വലിയ പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരുമിച്ച് നിന്നിട്ട് അതിനെയൊക്കെ നേരിട്ടു. ഇപ്പം എല്ലാത്തിനപ്പുറം അവസാനം ഇവളെയും സ്വന്തമാക്കി. ഫ്രഷായിട്ട് വേഗം ഉറങ്ങിക്കോ. ഹാദി അവളുടെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് പറയേ ഇനി ശരിയെന്ന തലയാട്ടി ബാത്റൂമിലേക്ക് പോയി. ഷാൾ അയച്ചു കയറി പോകുന്നവളെ കാണെ ഹാദിയുടെ കണ്ണ് നനഞ്ഞു. മാളവിക എല്ലാവരുടെയും മാളുമായിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഒരിക്കലും കരുതിയിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല പഠിച്ചവൻ്റെ കിതാബിൽ തനിക്ക് വേണ്ടി എഴുതി ചേർത്തവളായിരുന്നു അതെന്ന്. ഹാദി പഠിച്ചവനെ സ്തുതിച്ചുകൊണ്ട് ഇനി വരുന്നത് നോക്കി കാത്തിരുന്നു. ഇനി ഇതാണ് ജീവിതം, പുതിയ ജീവിത രീതി. മനസ്സിലവളെ ഒരിക്കലും വിഷമിപ്പിക്കാതെ നോക്കണമെന്നെല്ലാം ഹാദി കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. അവസാനം റാഷിയുടെ അവസ്ഥ ആകാതെ നിന്നാൽ മതി. ഇനി അങ്ങോട്ട് പോരെ, അവർ അവരുടെ സുന്ദര നിമിഷങ്ങൾ പങ്കിട്ടോട്ടെ. അന്നു മുതൽ അവരുടെ പ്രണയ നിമിഷങ്ങൾ പുതിയ തലത്തിലേക്ക് ഉയരാൻ തുടങ്ങുകയായിരുന്നു. തുടരും. ബാക്കി നാളെ. ബൈ.